ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നു. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചുവെന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായെന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേർ പ്രാപിച്ചു. പ്രിയമുള്ളവരെ, ബൈബിൾ ആകമാനം പരിശോധിച്ചാൽ ദൈവം നീതിമാന്മാർ എന്ന് സാക്ഷീകരിച്ചവരെ നാം കാണുന്നുണ്ട്. തങ്ങളുടെ ജീവിതം കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് അവരൊക്കെ ദൈവത്തിൻ്റെ വാത്സല്യവും കൃപയും അനുഭവിച്ചവരാണ്. എന്നാൽ അവർ നിത്യരക്ഷ പ്രാപിച്ചത് അവരുടെ പുണ്യപ്രവൃത്തികളുടെ അളവ് വെച്ചല്ല. പ്രത്യുത അവരുടെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ദൈവം അവരോട് ഇടപെടുകയും ദൈവം അവരോട് എന്താവശ്യപ്പെട്ടോ അതിൽ അല്പം പോലും സംശയിക്കാതെ, ചോദ്യം ചെയ്യാതെ ദൈവം അരുളി ചെയ്തതാകൊണ്ട് അത് ഹൃദയപൂർവ്വം വിശ്വസിക്കുകയും അതും പ്രകാരമുള്ള പൂർണ്ണമായ അനുസരണം അവരിൽ വെളിപ്പെടുകയും ചെയ്തത് നിമിത്തമാണ്. സ്വന്തം ബുദ്ധിയിലോ വിവേകത്തിലോ അവരൊരു പക്ഷേ ആശ്രയിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസം തെളിയിക്കുന്നതിന് കഴിയുമായിരുന്നില്ല. നോഹയുടെ വിശ്വാസവും പ്രവൃത്തിയും കാണുക. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും കണ്ടപ്പോൾ ദൈവത്തിന് ദുഃഖമായി. തീർത്തും അനുസരണമില്ലാതെ പാപത്തിലാണ്ടുപോയി അതിൽ രസിക്കുന്ന മനുഷ്യനെ ഈ ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുന്നതിന് ദൈവം തീരുമാനിച്ചു. എന്നാൽ അന്ന് നീതിമാനായ നോഹയോട് ദൈവം പറഞ്ഞു, നിന്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർക്കാൻ. മനുഷ്യനെ നശിപ്പിക്കേണ്ടതിന് മഴയും പ്രളയവും വരുന്നുവെന്ന് ദൈവം നോഹയോട് അരുളി ചെയ്തു. നോഹ ദൈവം പറഞ്ഞത് വിശ്വസിച്ച് ദൈവം പറഞ്ഞ അളവിലും മാതൃകയിലും ഒരു പെട്ടകം തീർത്തു. താനും തൻ്റെ കുടുംബവും അതിൽ കയറി രക്ഷപ്പെട്ടു. എബ്രായ ലേഖനം 11-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. എന്നാൽ പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ നീതിപ്രസംഗിയായ നോഹയെ സ്വന്തം കുടുംബത്തിന് പുറത്ത് ആ തലമുറയിലുണ്ടായിരുന്ന സകല ജനവും പരിഹസിച്ചു. ഒരിക്കലും സംഭവിക്കാത്ത കാര്യമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. എന്നാൽ ദൈവം നോഹയോട് പറഞ്ഞത് സംഭവിച്ചു. ദൈവത്തിൻ്റെ ആലോചന നിരസിച്ച എല്ലാവരും നശിച്ചു. ഒരുപക്ഷെ ദൈവം പറഞ്ഞത് വിശ്വസിച്ച് നോഹ പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ നോഹയും ആ പ്രളയത്തിൽ നശിക്കുമായിരുന്നു. താൻ നേരത്തെ നീതിയോടെ ജീവിച്ചിരുന്നു എന്നത് അവിടെ ഒരു ഘടകം ആകുമായിരുന്നില്ല. താൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവഹിതപ്രകാരം ജീവിതം നയിച്ചിരുന്ന വ്യക്തി ആയതുകൊണ്ടാകാം ദൈവം അവനെ നീതിമാൻ എന്ന് കണക്കാക്കി വരുവാൻ പോകുന്ന ദൈവകോപത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള മാർഗം അവനോട് മുന്നമേ അറിയിച്ചത്. എന്നാൽ അത് വിശ്വസിച്ച് അനുസരിച്ചതാണ് അവന് രക്ഷയായി തീർന്നത്. അബ്രഹാമിനെയും ദൈവം ഇതുപോലെ പല സന്ദർഭങ്ങളിൽ സന്ദർശിച്ചു. ദൈവം ഓരോ പ്രാവശ്യം ഇടപെട്ടപ്പോഴും ദൈവത്തോട് അനുസരണക്കേട് കാണിക്കാതെ അബ്രഹാം ദൈവം പറഞ്ഞതെല്ലാം അനുസരിച്ചു. അങ്ങനെ തന്നെ പ്രവർത്തിച്ചു. ദൈവത്തിലുള്ള തൻ്റെ വിശ്വാസം അബ്രഹാം അപ്രകാരം തെളിയിച്ചു. വിശ്വാസികളുടെ പിതാവായി ഇന്നും അബ്രഹാം വിശേഷിപ്പിക്കപ്പെടുന്നു. നമ്മോടും ഈ കാലഘട്ടത്തിൽ ദൈവം ആവശ്യപ്പെടുന്നത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. പാപത്തിൻ്റെ ഫലമായി ആത്മമരണം സംഭവിച്ച മനുഷ്യൻ്റെ വീണ്ടും ജനനത്തിന് ദൈവം ഒരു വഴിയേ തന്നിട്ടുള്ളൂ. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ആ സുവിശേഷം അനുസരിക്കുക, രക്ഷയെ അവകാശമാക്കുക. ഇതല്ലാതെ വേറൊരു വഴിയുമില്ല. എന്നാൽ നാം തിരിഞ്ഞു നിന്ന് സുവിശേഷം അറിയിക്കുന്നവരെ പരിഹസിക്കുകയും ദുഷിക്കുകയും സുവിശേഷത്തിൻ്റെ യുക്തിയെ ചോദ്യം ചെയ്യുകയും ഒരിക്കലും സംഭവിക്കാനിടയില്ല എന്ന് കരുതി തള്ളിക്കളയുകയും ചെയ്താൽ നോഹയുടെ പെട്ടകത്തിൽ കയറി രക്ഷപ്പെടുവാൻ കഴിയാതെ പോയ ആ തലമുറയിലെ ജനത്തിൻ്റെ അവസ്ഥയാകും നമുക്കുമുണ്ടാകുക. നമ്മളുടെ കൈകളുടെ പ്രവൃത്തി അതെത്ര മഹത്വമാണെന്ന് നാം ചിന്തിച്ചാലും നമ്മുടെ പാപങ്ങൾ അതുമൂലം പരിഹരിക്കപ്പെടുകയില്ല. തിരികെ ജീവൻ പ്രാപിക്കുന്നതിന് അതും മതിയാകയില്ല.
പാപത്തിന് അധീനനായി നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ തിരികെ രക്ഷ പ്രാപിക്കുന്നതിന് ദൈവം കൃപയാൽ ഒരുക്കിയ വഴി എന്തെന്ന് സുവിശേഷം ഘോഷിക്കുന്നു. അത് മനസ്സിലാക്കി വിശ്വസിച്ച് പൂർണ്ണമായും അനുസരിച്ച് ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ കയറിയാൽ നിത്യമരണത്തിൽ നിന്നും നാം രക്ഷിക്കപ്പെടും. യേശു തന്നെ നേരിട്ട് ഈ വിഷയം ഓർമ്മപ്പെടുത്തുന്നു. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 37-39 നോക്കുക. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകും. ജലപ്രളയത്തിനു മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെയാവും. ഇത് കർത്താവിൻ്റെ നേരിട്ടുള്ള വാക്കുകളാണ്. കർത്താവിൻ്റെ വരവും ഇതുപോലെ അപ്രതീക്ഷിതമായി സംഭവിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നുവോ അതിനായി സമർപ്പിക്കുക. ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നാം ആയിത്തീരണം. ദൈവം ആവശ്യപ്പെടുന്ന സ്ഥലത്ത്, ദൈവം കൽപ്പിക്കുന്ന സമയം, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ അവൈലബിളായിരിക്കണം. ദൈവനാമത്തിനായി നമ്മൾ പ്രയോജനപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ദൈവം നമ്മെ സഹായിക്കട്ടെ.